നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. സ്ഥാനമേറ്റ് സെൻകുമാർ. പരസ്യ ഏറ്റുമുട്ടലുകൾക്ക് മുതിരാതെ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റ് ടി.പി. സെൻകുമാർ. തന്റെ നിയമനം സംബന്ധിച്ച നിയമപ്രശ്നങ്ങളിലേക്ക് കടക്കുന്നില്ലെന്ന് ആദ്യ പ്രതികരണം. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കും. സർക്കാരിനും ജനങ്ങൾക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻഗണന. ഡിവൈഎസ്പിമാരെ മാറ്റാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പോലീസ് മേധാവി. നിയമനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി അന്തിമമെന്നും അത് നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി. സെൻകുമാറിന്റെ നിയമനത്തിൽ ഏപ്രിൽ 24 കോടതി വിധിക്ക് ശേഷം നിയമോപദേശം തേടി സമയം പാഴാക്കിയ സർക്കാരിന് ഒടുവിൽ കിട്ടിയത് കനത്ത പ്രഹരം. രാവിലെ പുറത്തിറങ്ങിയ നിയമന ഉത്തരവ് കൈപ്പറ്റി സെൻകുമാർ ചുമതലയേറ്റത് വൈകിട്ട് 4:30. സുപ്രീം കോടതിയുടെ അന്ത്യശാസനയ്ക്ക് പിന്നാലെ സെൻകുമാറിന്റെ നിയമന ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവച്ചത് ഇന്നലെ രാത്രിയോടെ. കലഹത്തിലെത്തിയ വിലാപം. കോട്ടയത്തെ മാണി ഇഫക്റ്റിൽ കലങ്ങി ഇടതുമുന്നണി. മാണി സഖ്യത്തെ തള്ളിപ്പറഞ്ഞ CPIക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി CPM മുഖപത്രം. കോൺഗ്രസിന്റെ തോൽവിയിൽ ഇന്ദിരാഭവനിൽ നിന്ന് ഉയർന്നതിനേക്കാൾ വലിയ വിലാപം ചില സഹജീവികളിൽ നിന്ന് ഉയരുന്നത് അത്ഭുതകരമെന്ന് ദേശാഭിമാനി മുഖപ്രസംഗം. ദേശീയതലത്തിലെ ഇടതുനയം കോൺഗ്രസിനെയും BJPയെയും അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നത്. കോട്ടയത്ത് മാണിയെ പിന്തുണച്ചതിന് പിന്നിലും ഇതേ നയം. മാണി സഖ്യം ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണെന്ന് കരുതാനുള്ള മൗഢ്യം ആർക്കുമുണ്ടാകില്ലെന്നും ആക്ഷേപം. കോൺഗ്രസിനെ അധികാരത്തിൽ അവരോധിക്കാൻ CPMനോ ഇടതുമുന്നണിക്കോ ചുമതലയുണ്ടോ? കോട്ടയം മറയാക്കി പാർട്ടിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിക്കാനുള്ള ശ്രമം വിഫലമായതിന്റെ വികാരപ്രകടനമായേ കരുതാനാവൂ എന്നും മൂർച്ചയേറിയ വിമർശനം. വ്യക്തതയില്ലാത്ത വാദങ്ങൾ. മഹാരാജാസ് കോളേജിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്ത സംഭവത്തിൽ പുതിയ വിശദീകരണവുമായി മുഖ്യമന്ത്രി. കണ്ടെടുത്തത് പണിയായുധങ്ങളെന്ന് നിയമസഭയിൽ പറഞ്ഞത് മനക്കണക്കിന്റെ അടിസ്ഥാനത്തിലല്ല, FIRലുള്ള കാര്യങ്ങളെന്നും പിണറായി വിജയൻ. അതേസമയം കോളേജിൽ നിന്ന് പിടിച്ചെടുത്തത് മാരകായുധങ്ങൾ തന്നെയെന്ന് സെർച്ച് ലിസ്റ്റിലും FIRലും സ്ഥിരീകരണം. സംഭവത്തിൽ ആയുധ നിയമപ്രകാരം കേസെടുത്തും പോലീസ് നടപടി. മഹാരാജാസ് കോളേജിലെ ആയുധവേട്ടയെ മുഖ്യമന്ത്രി നിസ്സാരവൽക്കരിച്ചെന്ന് ഉമ്മൻചാണ്ടി. കണ്ടെത്തിയത് പണിയായുധങ്ങളെന്ന് പറഞ്ഞ് സഭയെയും സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിച്ചെന്ന് മുഖ്യമന്ത്രിക്ക് മുൻ മുഖ്യമന്ത്രിയുടെ വിമർശനം. കയ്യേറ്റം തെളിയിച്ച് മന്ത്രി. ദേവികുളം MLA S. രാജേന്ദ്രന്റെ കയ്യിലുള്ളത് വ്യാജ പട്ടയമെന്ന് റവന്യൂ മന്ത്രി. സർവേ നമ്പറുകൾ മാറിപ്പോയെന്ന് കാണിച്ച് രാജേന്ദ്രൻ നൽകിയ അപേക്ഷ ഇടുക്കി ജില്ലാ കളക്ടർ തള്ളിയിരുന്നു. ഇതിനെതിരെ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നൽകിയ അപ്പീൽ നിരസിച്ചെന്നും E. ചന്ദ്രശേഖരൻ. നിയമസഭയിൽ റവന്യൂ മന്ത്രിയുടെ വിശദീകരണം PC ജോർജ് MLAയുടെ ചോദ്യത്തിന് മറുപടിയായി. അതിനിടെ മൂന്നാർ ഭൂമി കയ്യേറ്റം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ യോഗം ചേരും. പരിസ്ഥിതി പ്രവർത്തകരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം വൈകിട്ട് 5-ന് സർവകക്ഷി യോഗവും നടക്കും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.